ഹായ് ഫ്രണ്ട്സ്. അതെ, ചോറിൻ്റെ കൂടെ കറിയൊക്കെ കുറവുള്ള സമയത്ത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തൈര് മുളക് കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുവും 1 നുള്ളു ഉലുവയും ചേർത്ത് പൊട്ടിച്ച് അതിലേക്ക് 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 7-8 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിന് മുകളിലേക്ക് 3-4 കഷ്ണം ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. സവാള ചെറുതായി വഴണ്ടി വരുന്ന സമയത്തേക്ക് നമുക്കൊരു 7-8 പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇതേ സമയം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുവാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് മുകളിലായി നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നവരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇട്ടുകൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിരിക്കുകയാണ്. നമുക്കിതിനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ഉടച്ചതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തൈര് മുളക് കറി റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക.